പുറകില് റോഡ് സ്പീഡ് പറയുന്ന ഒരു സൈൻ ബോർഡ് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ 100 ആണ്. അത് ഇന്നലെ വരെ 80 ആയിരുന്നു കേട്ടോ. ന്യൂസിലാൻഡിലെ പഴയ ഗവൺമെൻറ് റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് റോഡ് സ്പീഡുകളൊക്കെ ചെറുതായിട്ട് കുറച്ചിരുന്നു. പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അങ്ങനെ പോരാ, നമുക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം എന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് അവർ സ്പീഡ് ബാക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഇന്നലെ തൊട്ടാണ്. അപ്പം അതിനൊപ്പം തന്നെ അവർ വേറൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ 13-ാം തീയതി തൊട്ട് ഏതാണ്ട് 40ഓളം മൊബൈൽ ക്യാമറാസ്, ഒരു SUV-യിൽ ഘടിപ്പിച്ച മൊബൈൽ ക്യാമറ പല ഭാഗത്തായിട്ടുണ്ടാവും. ഓക്ലാൻഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അത് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക കേട്ടോ. അപ്പം ഇത് അതിനു മുമ്പ് മുന്നറിയിപ്പുകളൊന്നും തന്നെ നൽകുന്നില്ല. പലയിടത്തും ഈ വണ്ടികൾ കാണാം. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് വെക്കുക. മുന്നറിയിപ്പുകളില്ലാത്ത ക്യാമറകളായിരിക്കും. അതുപോലെ തന്നെ അവർ വേറെ ഉദ്ദേശിക്കുന്നത് ട്രെയിലറിൽ ക്യാമറ ഘടിപ്പിച്ചിട്ട് റോഡിൻ്റെ സൈഡിൽ ഹൈവേസിലേക്ക് കൊണ്ടിടുന്ന പരിപാടിയും കൂടെ വരാൻ പോകുന്നുണ്ട്. ഇത് മുഴുവൻ മാനേജ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ഏജൻസിയാണ് കേട്ടോ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് വണ്ടി ഓടിക്കാനൊക്കെ ശ്രമിക്കുക. വളരെയധികം അപകടങ്ങൾ ഉണ്ടാകുന്നത് ഓവർ സ്പീഡ് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രിങ്കൊക്കെ ബാധകമാണെന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ. ഇപ്പം ഡ്രഗ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സലവയും കൂടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പണ്ട് നമ്മൾ ഊതി മാത്രമായിരുന്നു ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഡ്രഗ് അടിച്ചാലും പിടിക്കപ്പെടും എന്നുള്ളതൊക്കെ. അപ്പോൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. റോഡിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്, അപകട മരണങ്ങൾ ഉണ്ടാകുന്നത് റോഡിലാണ്. അപ്പോൾ സൂക്ഷിക്കുക എല്ലാവരും.